കുറ്റ്യാടിയിലെ പുതിയുഗ യാത്രാവേദിയിൽ പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നത് ഷാഫിയെ പ്രകോപിതനാക്കിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അവിടെ പ്രസംഗിക്കാൻ ഷാഫിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വികാര വിക്ഷോഭത്തിൽപ്പെട്ട് സ്വയം നിയന്ത്രണം പാലിക്കാതിരുന്നത് തെറ്റായിപ്പോയി. തിരക്കിനിടെ താൻ വേദിയിൽ വീടുന്ന പ്രചാരണം തെറ്റാണ്. സ്വയം നിയന്ത്രണം പാലിക്കൂ എന്ന് താൻ ഷാഫിയോട് പറഞ്ഞെന്നും KPCC മുൻ പ്രസിഡന്റ് പറഞ്ഞു. പ്രതികരണത്തിലേക്കാണ്. കാരണം അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായിട്ടില്ല ഒരു ക്ഷോഭം ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞു യു ആർ ക്വൈറ്റ് യങ്. ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നു യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ്. ഞാൻ ഉപയോഗിച്ച് വാക്കാത് ഒരു വികാര വിക്ഷോഭമായിട്ട് മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. അച്ചടക്ക ലംഘനം ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത്തരം വേദികളിലൊക്കെ തന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ജാഗ്രത കാണിക്കണം. അത്രമേ ഉള്ളൂ. മുബാറക്കുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മുബാറക്ക്, എന്തായാലും സ്നേഹവും തള്ളലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സത്യത്തിൻ്റെ പറയുന്ന സമയമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത് പറയുകയാണ്. അല്പം പ്രകോപിതനായിരുന്നു ഷാഫിയോട് നിയന്ത്രണം പാലിക്കാൻ താൻ പറഞ്ഞിരുന്നു എന്നും. എന്തൊക്കെയാണ് നിലവിൽ നൽകുന്ന പുതിയ വിശദീകരണം? ശ്യാമലി, വി ഡി സതീശൻ നയിച്ച പുതിയുഗ യാത്ര കോഴിക്കോട് കുറ്റ്യാടിയിലെത്തിയപ്പോൾ സ്റ്റേജിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കോഴിക്കോട് DCC പ്രസിഡന്റ് പറഞ്ഞിരുന്നത് സ്നേഹത്തള്ളൽ എന്ന നിലയിലായിരുന്നു. എന്നാൽ അതിനൊരു വിശദീകരണവുമായിട്ട് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കുറ്റ്യാടിയിൽ പ്രസംഗിക്കാൻ ഷാഫിയെ വിളിക്കാതിരുന്നതിൽ അദ്ദേഹത്തിന് ചെറിയൊരു നീരസമുണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഷാഫിക്ക് അവിടെ പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നതിൽ അദ്ദേഹത്തിന് ചെറിയൊരു നീരസമുണ്ടാക്കി എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് പെട്ടെന്നുണ്ടായ ഒരു വികാര വിക്ഷോഭം മാത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ് എന്നുള്ളൊരു എന്ന് താൻ പറഞ്ഞു എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഷാഫിയോട് പറഞ്ഞു എന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയും അദ്ദേഹം പറയുന്നു. പിന്നെ ആ വേദിയിൽ നിയന്ത്രണം പാലിക്കാതിരുന്നത് തെറ്റായിപ്പോയെന്നുള്ള ഒരു കാര്യമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. പിന്നെ വേദിയിൽ താൻ വീണിട്ടില്ലെന്നും താൻ വീണു എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രചാരണമാണെന്നുള്ള ഒരു വിശദീകരണവും നൽകുന്നുണ്ട് ശ്യാമലി. ശരി മുബാറക്ക്, എന്തായാലും ആ ദൃശ്യങ്ങളിലൊക്കെ എല്ലാം വ്യക്തമായിരുന്നു. ഷാഫിക്ക് അല്പം ദേഷ്യം വരുന്നതും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തന്നെ മൈക്കിലൂടെ ഓഡിബിളും ആയിരുന്നു പിന്നീട് പ്രചരിച്ച വീഡിയോകളിലെല്ലാം. എന്തായാലും അതിൽ വളരെ സത്യമായ ഒരു കാര്യം, ഷാഫി പ്രകോപിതനായി എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുകയാണ്. അദ്ദേഹത്തിനോട് നിയന്ത്രണം പാലിക്കണമെന്നൊക്കെ പറഞ്ഞു എന്നും കൂട്ടിച്ചേർക്കുന്നു. മുബാറക്കാണ് വിവരങ്ങൾ നൽകിയത്.